വിറ്റ് ചന്ദ്ര 19 വിറ്റിന് 17 എടാ മാക്ക് അവിടെ ലേലം വിളി എന്നെ ഇത് ചന്ത ലേലം വിളിയല്ല. ഞാനും പിന്നെ ഇനി ഇവന്റെ അടി സാധനം തന്നെ കാണിച്ചത് എന്റെ കണ്ട ഈ പുണ്ടച്ചി മോനുള്ള സാധനം ഈ ഫോൾഡർ ഇതിന്റെ അകത്ത് ഇവന്റെ കൊറേ സാമാനം ഇരിപ്പുണ്ട്. ഇതിന്റെ അകത്ത് ഇവന്റെ കൊറേ ഊമ്പിത്തരങ്ങൾ ഇരിപ്പുണ്ട്. കുണ്ണ എന്നെ കൊണ്ട് കാണിക്കില്ല. നീ കരഞ്ഞ് നിനക്ക് ആർഗൺ സിറ്റിയിൽ ബാൻ കിട്ടിയതിന്റെ നമ്മളെ എന്ന് വെച്ചാല് T40s ACM എന്ന് പറഞ്ഞ കളിച്ചതെന്ന് മനസ്സിലായ. ആ സമയത്ത് ഇവൻ നമ്മളെന്ന് അടി കിട്ടി തൂറി മെരുകി എന്ന് വെച്ചാൽ HFലെ കണ്ടികളെല്ലാം തൂറി. അവന്മാർ ബാനക്സ് എന്ന് പറഞ്ഞ ടീമായിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ഗ്യാങ്ങിന്റെ പേരിൽ. അവിടെ അടി കൊണ്ട് തൂറി മെരുകിയിട്ട് രാത്രി 3 മണിക്ക് ഫൈലിട്ട് വന്നിട്ട് കോസ്മിക് കളിക്കുന്നവർക്ക് അറിയാം. മറ്റേ ഒരു ഇടിക്ക് മരിക്കും ഒരു റേഡിയസുള്ള എല്ലാവരും അവരെല്ലാം മരിക്കുന്നതൊക്കെ വന്ന് അവൻ എല്ലാവരും ഇടിച്ച് കൊന്നിട്ട് അവന് സ്പോട്ടി ബാൻ വീണ്. അവൻ നമ്മൾ POV അയച്ചെടുത്തപ്പോൾ സ്പോട്ടി അഡ്മിൻ ബാൻ അടിച്ചു. അപ്പോൾ അവനെ PC ചെക്ക് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞ് അയ്യോ PC ഇല്ല, അവൻ PC വിൽക്കാൻ ബാംഗ്ലൂർ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവിടെ അവന് PvP ബാൻ വീണാണ് ആർഗൺ സിറ്റിയിൽ. ആ PvP ബാൻ വീണ ഉടനെ തന്നെ KKPPയിൽ ഞാൻ അഡ്മിനായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ കുത്തിത്തിരിപ്പ് അവിടെ കൊണ്ട് കാണിച്ചു എന്ന് വെച്ചാൽ ഈ കഴിവില്ലായ്മ കണ്ട് കാണിച്ചപ്പോഴത്തേക്ക് KKPPയിൽ അവന് ബാൻ വീണ്. അത് കണക്ക് സിയോണിൽ അവന് ബാൻ വീണ്. എന്നിട്ട് ഇവ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എന്ത് PC റീസെറ്റ് ചെയ്തോ വേറെ PC ആണോ ഒന്നും എനിക്കറിയത്തില്ല. നേരെ എക്സ്ലാൻഡിസ് ആണ് ഒന്ന് മെയിൻ സെർവർ എക്സ്ലാൻഡിസിൽ പോയിട്ട് PC ചെക്ക് ചെയ്ത്. പക്ഷേ പിറ്റേ ദിവസം എന്തോ ആണ് ഇത് പരിപാടി കഴിഞ്ഞ് PvP ബാൻ വീണതിന് ശേഷം അവിടെ പോയി ചെക്ക് ചെയ്ത് ഇവൻ ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതും വെച്ച് സിയോണിൽ അഡ്മിൻസിൻ്റെ അടുത്ത് പോയി കരഞ്ഞ് അവൻ്റെ PvP ബാൻ മാറ്റി. ഇത് നിങ്ങൾ വേണമെങ്കിൽ സിയോണിൻ്റെ അഡ്മിൻസിൻ്റെ അടുത്തെല്ലാം ചോദിച്ചാൽ മതി. അങ്ങനെ കരഞ്ഞ് സിയോണെന്ന് അവൻ്റെ PvP ബാൻ അറിയാണ്. എന്നിട്ട് ഇതിൻ്റെ പേരും പറഞ്ഞ് KKPP V2 ഇറങ്ങി. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് മാറി എന്ന് വെച്ചാൽ കുറേ പുതിയ ആൾക്കാരും ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ സെർവർ വാങ്ങി. DRVയിലുള്ള കുറച്ച് പേര് മറ്റേ കല്ലുമാത്തൻ കെന്നി അങ്ങനെ കുറേ പേരുണ്ട്. അവർ സെർവർ വാങ്ങിയ ടൈമിൽ ഇവൻ്റെ കേസ് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇവൻ പോയിട്ടുണ്ടല്ലോ പറയട്ടെ. അങ്ങനെ ഇവൻ പോയിട്ട് പുതിയ മാനേജ്മെന്റ് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ കരഞ്ഞ് അവന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാൻ മാറ്റി ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ സിറ്റി കയറി കളിക്കുന്ന പറഞ്ഞ് കുറേ പേര് ഞാൻ അഡ്മിനായിരുന്നു നടത്തുക. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ ബാൻ ലിഫ്റ്റ് ആക്കി. ഞാൻ സ്പോട്ടിൽ അവന് PvP ബാൻ പിന്നെ അടിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ ഇവൻ നേരെ VCയിൽ വന്നിട്ട് കൊണ തുടങ്ങി ലാസ്റ്റ് ഞാൻ പറഞ്ഞു ബാനൊന്നും മാറ്റാൻ ഫൈലിട്ട് കളിച്ചാൽ മതി എന്തായാലും ബാനൊന്നും മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ POV എൻ്റെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചിട്ട് അത് മാത്രം കാണിച്ചിരാം. ലാസ്റ്റ് ഇവ എൻ്റെ ആക്ക് പൊട്ടിയിട്ട് ആൾ ഫൈലിട്ട് അടിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആക്ക് പൊട്ടി. എന്നിട്ട് ആൾ എന്നെ മറ്റേ തള്ളക്കി വിളിച്ചിട്ട് ആൾ പോയി. എങ്ങനെ ആക്ക് സെർവറിനെ പെർമനന്റ് ബാൻ കിട്ടി മനസ്സിലായി. പിന്നെ ബാൻ മാറ്റി കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലായി. പിന്നെ അവൻ്റെ ബാൻ ഇവിടെ റിവോക്ക് ആവുന്നത് ഞാൻ ഇവിടുത്തെ അഡ്മിൻസുമായിട്ട് കുറച്ച് ഇഷ്യൂ ആയിട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ ബാൻ റിവോക്ക് ആവുന്നത്. അവൻ തെറി വിളിക്കുന്ന POV ഞാൻ കാണിച്ചാൽ ബാക്കി ഞാൻ കാണിക്കത്തില്ല. അത് ഇനി കൊണക്കിട്ട് അപ്പോൾ ബാക്കി കാണിച്ചു തരാം. ഇന്നലെ ഞാൻ ഇവൻ്റെ ഒരു കാര്യത്തിന് ഇടപെടാത്ത ഇന്നലെ അണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ കുണക്കേണ്ട ഒരു കാര്യമില്ല അവന് മനസ്സിലായ. ഞാൻ ആ POV ഒന്ന് എടുത്തട്ടെ ഒരു സെക്കൻഡ്. ആ POV ഇപ്പം കാണിച്ചില്ല ഒരു സെക്കൻഡ്. അല്ല കുറച്ച് ചാറ്റ് ഉണ്ടെന്നാണ് കാണിക്കാത്ത. മറ്റേത് സമയമാകുമ്പോൾ കാണിക്കാം മനസ്സിലായ. ഇത് KKPPയുടെ ഓണറാണ് കല്ലുവാത്തുന്നത്. പുള്ളിക്ക് അയച്ചു കൊടുത്തത്. എനിക്കൊരു കഴിവില്ല. അത് ഫൈലിട്ട് അടിച്ചാൽ കൊടക്കുന്നത് എനിക്കൊരു കഴിവില്ല. കൂടെ ആൾക്കാരാണ് ഒരുപാട് പിള്ളേച്ച മറ്റേ പിള്ളേച്ചനെ ഞാളെ മറ്റേ ഇതാക്ക് മറ്റേ ബാമിയുടെ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട് ഹെൽഫൈൽ. ഇതൊക്കെ ഡിലീറ്റ് ആക്കി വെച്ചു ഇതൊക്കെ മാറി ഇപ്പൊ ആക്ക്. ഇത് കരഞ്ഞി വന്നെയാണ് ബാൻ മാറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആളെ തെറിവിളി. ഇങ്ങനെ നടന്നതിനാണ്. എന്നിട്ട് നക്കിയാണ് അവിടുത്തെ ബാൻ മാറിയത്. KKPPയിൽ ഞാൻ ഇറങ്ങിയപ്പോഴാണ് എന്റെ ബാൻ മാറിയത്. സിയോണിൽ ഇത് പറഞ്ഞാണ് ബാൻ മാറിയത്. എക്സ്ലാൻഡിസിൽ അവൻ മറ്റേ PC ചെക്കിന്റെ ടൈമിൽ വേറെന്തോ PC പോയോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ പോയാണ് അങ്ങനെ ഫൈലിട്ട് അടിച്ചവനാണ് കുണക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം അവൻ അടിക്കുന്നതിൻ്റെ POV അതും ഇതൊക്കെയാണ്. അത് അവൻ്റെ തന്നെ കാണുമായിരിക്കും. ഇതൊക്കെ അത്യാവശ്യം കുറച്ച് പേരെല്ലാം ഉണ്ട്. ഫൈലിട്ട് കളിച്ചതിനാണ് വന്ന് കുണയ്ക്കുന്നത്. ഇനി ഞാൻ ഇക്രുമോൻ ഇവിടെ ഇക്രുമോനെ നീ അടിക്കുന്ന ഓക്കെ നീ കണ്ടന്റ് ഇട്ടോ അത് ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് ഈ ഗെയിമിൻ്റെ പാർട്ടാണ് മനസ്സിലായ. പക്ഷേ ഈ അതിൽ ഒരുമാതിരി മറ്റേ പ്യുവറായിട്ട് നീ അടിച്ചിട്ട് നീ കണ്ടന്റ് ഇട്ടോ അതൊന്നും കുഴപ്പമില്ല. ഇത് മറ്റേ ഒരുമാതിരി ചക്കക്കരി കളി കിട്ടി കണ്ടന്റ് ഇട്ട്
അത് നീ നക്കി നടന്ന ഒരുത്തന്നെ, അത് നീ മറക്കല്. നീ ആരുടെയൊക്കെ സ്ലോട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ T47 കളിക്കുമ്പോൾ തന്നെ സിറ്റിക്കകത്ത് മുതുക്കിൽ വെച്ച് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ വേറെ ഒരാളുടെ സ്ലോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരെ പേരാ അത്. അന്ന് ടി വിയിലുണ്ടായിരുന്ന ഒരു പ്ലെയറിൻ്റെ അടുത്ത് നീ വെച്ച് ചോദിക്കുന്നുണ്ട്, അണ്ണൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം പറയോ ഇങ്ങനെയെന്ന് പറയുന്നത് നക്കിയവനാണ് നീ. ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. കുണയ്ക്കുമ്പോഴത്തേക്ക് നോക്കി കുണയ്ക്ക് നീ. നീ അതിൽ എന്നിട്ട് മോബിക്ക് ഒരു ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതവിടെ. ഇവിടെ ക്ലിപ്പ് എവിടെ ഇതില് നോക്കിയോ ഇതിലിപ്പോ മോബിക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കാം എനിക്കോണേ. എവിടെ ആ 20 FPS കൂതി നേരം നിനക്ക് അവനെ നേർക്കേറിയെന്ന് നിനക്ക് വണ്ണി അടിക്കാൻ പറ്റൂടാ. നിനക്ക് കണ്ടി തിരിഞ്ഞു പോകുമ്പോൾ അടിച്ചില്ലാതെ നിനക്ക് പറ്റത്തുള്ളൂ. നിന്നെ കാട്ടി കളിക്കുന്നവനാണ് പപ്പടം. അവൻ തിരിഞ്ഞ് 3 ടാപ്പ് അടിച്ച് പോയി. മനസ്സിലായി? നീ ഒരു വാണോ വന്ന് നിന്നെ കൊണ്ട് അടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് നിന്നെ എന്ന് വെച്ചാൽ എന്നെ റിക്രൂട്ട് ചെയ്ത ടൈം ഞാൻ പറഞ്ഞില്ല. ഇവനൊക്കെ ഉണ്ട് മറ്റേ ബെല്ലാരിയിൽ നിന്ന് മറ്റേ ഇവനുണ്ടല്ലേ കിടു കയറുന്നതിന് മുന്നെയാണ് എന്നെ കടന്ന് വിളിച്ചുകൊണ്ടിരുന്ന റിക്രൂട്ട്. എന്നെ കിടുവിനെയൊക്കെ മറ്റേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റാച്ചിനെ ഇവന്മാർ പിറകെ കടന്ന് വിളിച്ചത്. ഞാനും ഇറ്റാച്ചിയും കയറും, പിന്നെ ഒരു 3-4 പേരെയും കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവരെങ്ങനെ കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അതിൻ്റെ POV ഉണ്ട്, ഞാൻ പിന്നെ കാണിക്കുന്നില്ലത്. ശരി, അത് പിന്നെ ഷെയ്ക്കും മാക്കോ എന്ന് വിളിക്കുന്നത്. അവരെൻ്റെ അടുത്ത് കുണച്ചിട്ടില്ലാണ്ട് ഞാൻ അവരൊന്നും കുണയ്ക്കുന്നില്ല, തിരിച്ച് പറയതേ ഇല്ല. ഇവനുള്ള പറയുന്നത് നിന്നെ കൊണ്ട് അടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കാലം ഒന്ന് നക്കിക്കൊണ്ടിരുന്നത്. കയറുമോ എന്ന് ചോദിച്ചിട്ട്. അത് ഒരു വട്ടമാണെങ്കിൽ കുഴപ്പമില്ല, എത്ര വട്ടമാണ് ചോദിച്ചതറിയോ? 3-4 വട്ടമാണെന്ന്. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടും, VCയിൽ വിളിക്കും, ഇങ്ങനെയാണെന്ന് വിളിച്ചോണ്ടേ. നിന്നെയും നിന്റെ ടീംമേറ്റ്സിനെ കൊണ്ട് അവന്മാർക്ക് നിങ്ങൾക്ക് അടിക്കാൻ പറ്റത്തില്ല. അതാണ് അവർ പുതിയ റിക്രൂട്ട്സ് നോക്കുന്നത്. മനസ്സിലായ? ഇനിയിപ്പോൾ ബെറ്റർ ഒരു പ്ലെയറിനെ കിട്ടിയാൽ നിന്നെ അവർക്കുണ്ട്. നിന്നെ കൊണ്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പപ്പടത്തിനെ മറ്റേ പുതിയ ടീംസിനെ എടുത്തത്. ആ എടുത്തവനെ ആ മോബി തിരിഞ്ഞ് 3 ടാപ്പ് അടിച്ചിട്ട് പിന്നെയാണ് നിന്നെ അവൻ അടിക്കാൻ പാട്. പണ്ട് നീ കളിക്കുമെന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് അതാബു പറഞ്ഞിട്ടുണ്ട്, നീ നല്ല പ്ലെയറാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഒരു കുണ്ണയാന്ന് എനിക്കിപ്പോഴാന്ന് മനസ്സിലായ. എൻ്റെ എയിമിനെ ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടെ ഗ്രൈൻഡ് ചെയ്യട്ടെ. എന്നെ അടിക്കാൻ നീ ആയിട്ടില്ല. ആകുമ്പോൾ ഞാൻ പറയാം, നിനക്ക് ഇതാണ്ട് ഇങ്ങനെ മറ്റേ ഒരിടിങ്ങി അടിച്ചില്ല നിനക്ക് പറ്റത്തുള്ളൂ. അല്ലാണ്ട് നേർക്ക് നേരെ നീ ഒരു അണ്ടി നീ അടിക്കാൻ പോകുന്നില്ല. നിന്റെ അണ്ണന്മാരെ കൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ നീ എന്നെ അടിക്കാൻ പോണത്. ഞാൻ ഇതുവരെ ഒരു പ്ലെയറിനെ ഇങ്ങനെ അപരാധിക്കാത്തതെന്ന്. നീ എന്നെ വെട്ടി കണ്ടന്റ് ആക്കിക്കൊണ്ടാണ് ഞാൻ പറയാൻ. മനസ്സിലായ? അതിൻ്റെ അടിയിൽ കുറേ കുണ്ണാളെ വന്നിട്ട് വേണ്ട നീലിനെ പ്രോപ്പർ വണ്ടി വൺ പക്കി വാട്ട് അബൌട്ട് ഇല്ലീഗൽ ഡീൽ ഉറക്കി എന്നെ ഉറക്കിയ നീ അച്ചീവ്മെന്റ് ആയിട്ട് വെച്ചോ, എടുത്ത് കാലിൻ്റെ ഇടയിൽ കയറ്റി അച്ചീവ്മെന്റ് ആയിട്ട്. നീ എന്നും ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. പിന്നെ CK മാരീൻ്റെ കൊണ അതെണ്ണം കൊടുത്തോളൂ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ ഇന്നലെ CK മാരി കുണച്ചതുണ്ട്, ആരും കേട്ടിട്ടില്ല. അവൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ POV എന്നിട്ട് അവന്മാരി എന്നെ ഇറക്കി കണ്ടന്റ് ആക്കിയിട്ട് CK മറ്റേ കോറല്ലല്ലോ പൂറെന്ന് പറഞ്ഞിട്ട്. എന്താ ആ കോമാളി ചോദിച്ചു, അവന്റെ അച്ഛനെല്ലാം ഉണ്ടായി കൊടുത്ത കോമാളി ചോദിച്ചു. വണ്ടി കയറി ലേലം വിളിയൊക്കെ അന്ന് 17 ഞാൻ ഇവിടെ മറ്റേ ചന്തയിൽ വന്നേക്കണ ഞാൻ കോഴി കരച്ചിൽ അടികൊണ്ട് തൂറിയാൽ കരച്ചിലൊരു കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ KV ആയിട്ട് ഇവർ ജയിച്ചറാ, അതാണ് പ്രശ്നം. KV കൂടെ അടിച്ചെങ്കിൽ മൊത്തത്തിൽ ആളാണ് ഇനി പോയാൽ. ആ ഒരു KVനെ അടിച്ച് ഇതിൽ നമ്മളെ ഇതങ്ങ് മുക്കിയവന്മാര്. സീറോ ആയി പോകൂലടാ നാളെ. അഡ്വൈസ് കേട്ടില്ല, ഞാൻ സീറോ ആയി പോകൂല. എല്ലാരും ഒന്ന് ചിരിച്ചു കൊടുക്കണേ പ്ലീസ്, ഒന്ന് ചിരിച്ചു കൊടുക്കണേ. അവരെ കൂട്ടത്തില് ആരും ചിരിക്കാല്ലേ, അതാണ് അവൻ പറഞ്ഞ നിർത്തി ചിരിച്ചു തരണം. നിർത്തി എല്ലാവരും ചിരിച്ചു കൊടുത്തേ. എടാ ജർമ്മൻ എണീച്ചിരിക്കും, കാരണം അവൻ അടി വാറടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിന്നെയൊക്കെ പോലെ അവിടെ തൂറി കിടക്കയില്ല തറയില്ല. മനസ്സിലായി? അടി കൊണ്ട് മെഴുകി കിടക്കയില്ല. അവന്റെ വീഡിയോ ചെയ്തിട്ട് പോലും ജയിക്കാൻ പറ്റാത്ത കണ്ടികള്. നിനക്കൊക്കെ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ലൈവ് ഇടുക, സ്ക്രീനിന്റെ തന്നെ 2 സൈഡിലായിട്ട് ഗോൾ ഇടുക. ഇങ്ങനെ അത് നോർമൽ ഗോളൊന്നുമില്ല. 0/2 ലക്ഷം മുകളിൽ PC, ഇപ്പുറത്ത് 0/10,000 മൗസ് താര 0/10,000 കീബോർഡ്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പറയണം ഗൈസ് ഇതെടുക്കൂ മറ്റേ എടുക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു ഇതാണ് എന്താണ് ഓൺലൈൻ പിക്ചർ എന്താണ് തെണ്ടലാന്നത് പരിപാടി. പുതിയ ഓൺലൈൻ എന്ത് പറയാ അതിന് എന്നാൾ ആരോ പറയാം. ഞാൻ പണ്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ. എൻ്റെ T47 കളിയാണ്ടായി ഞാൻ നല്ല അപരാധിച്ചിട്ടുണ്ട് ആ പ്രീവാറിൽ. നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. എൻ്റെ സ്ക്രീനിൽ നടുക്കുണ്ട് ഇങ്ങനെ പകുതിയിൽ ഒരു QR കോഡ് ഇങ്ങനെ ഒട്ടിച്ചു പോയി.
അതേ പറ്റത്തുള്ളൂ. അടിക്കാൻ കഴിയില്ല നിനക്ക്. ഓക്കെ അതും വന്നിരിക്കുന്നല്ലേ. ഓക്കെ 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 അതും ഞാൻ ഇത് ആരെ ഉദ്ദേശിച്ച് പറയുന്നില്ല. കൊള്ളുന്ന എനിക്ക് കൊണ്ടോ, എനിക്ക് കുഴപ്പമില്ല. അടിക്കാൻ കഴിവുള്ളവരൊക്കെ എന്തായാലും കൊള്ളൂല. നിനക്ക് അടിക്കാൻ കഴിവുണ്ടെങ്കിൽ നീ ഇപ്പം സൂപ്പർ ചാറ്റ് ചെയ്യുന്നതും മറ്റേ വൈറ്റിയിൽ ഗോൾ അടിക്കാൻ പറയുന്നൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ കുറച്ച് എനിക്ക് എന്തോന്ന് ഓവറായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ മറ്റേ QR കോഡ് അത് ഒട്ടിച്ച് വെച്ചിട്ടില്ല എൻ്റെ സ്ക്രീനിൽ. ഞാൻ ചോദിച്ചിട്ടില്ല ഗൈസ് പ്ലീസ് ഒന്ന് PC എടുക്കാൻ പൈസ വേണം ഒന്ന് അയച്ചു തരുമോ, അതില്ല ഗൈസ് ഇതില്ല ഗൈസ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ള ആരും പറയാനും പോടില്ല ഈ പകരം. മനസ്സിലായോ? നമുക്കതിൻ്റെ ആവശ്യമില്ല. നീ അങ്ങനെ ഇട്ട് കടന്നോ. കുറേ ഇടത്തിനെ കണ്ടിട്ടുണ്ട് അത് കണക്ക്. അതാണ് പറഞ്ഞത്. ഒരുത്തനെയും മറ്റേ ഡെയിലി ഇങ്ങനെ ഇട്ടേക്ക് ഈ 10,000 കൂടെ കിട്ടിയ സൂപ്പർ ചാറ്റ് ഗൈസ് ഇന്ന് 60,000 കൂടെ കിട്ടുകയാണെങ്കിൽ ഗൈസ് ഇന്ന് PC എടുക്കാം ഗൈസ്. ഇങ്ങനെ പറയുന്നവരുണ്ട്. അതില് നമ്മള് POV വെരിഫൈ ചെയ്യണം. അതായത് POV വെരിഫൈ ചെയ്യും. അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ആളുണ്ടോ അതോ അറിയാതെയാണോ എന്നുള്ളത് നമുക്ക് POV വെരിഫൈ ചെയ്യാം.